അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആധുനികവാദികളോട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേച്ചിൽപ്പുറത്തിലൂടെ നിങ്ങൾ നടന്നു പോകുമെന്ന് 1000 വട്ടം മതപുരോഹിതന്മാരോട് ആക്രോശത്തോടെ പറയുന്ന ആധുനിക പെണ്ണെ, ആരാണ് ഈ നിയമമുണ്ടാക്കിയത്? എല്ലാ പെണ്ണുങ്ങളും ചോദിക്കുന്നത് പോലെ ഞങ്ങൾക്കിതേ ധരിക്കാവിത് ധരിക്കാൻ പാടില്ല എന്നുള്ള നിയമമാരുടേതാ. ഇത് പള്ളിക്കല മൊയ്ലിയാരുടെ നിയമമല്ല. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട പിശാച് മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പറഞ്ഞപ്പോ അള്ളാഹുവിനോട് പിശാച് പറഞ്ഞൊരു കാര്യം ഖുർആൻ പറയുകയാ. അള്ളാഹുവിനോട് പിശാച് പറഞ്ഞു അത്രേ, അല്ലാഹുവേ എന്റെ അടിമകളെ ഞാൻ വഴിതെറ്റിക്കുമല്ലാ. ولأضلنهم ولأمنينهم ولآمرنهم فليبتكن آذان الأنعام. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കേട്ടുകൊള്ളുക. ഖുർആൻ പറയാ, സൂറത്തുൽ മുഹ്സനാത്തിൽ കാണാം, പിശാച് അല്ലാഹുവിനോട് പറഞ്ഞു അത്രേ, അല്ലാഹുവേ വലഉദില്ലന്നഹും, ഞാനവരെ വഴിപിഴപ്പിക്കുമല്ലാ. ഞാനവരേത് നന്മയുടെ വഴിയിലൂടെ പോയാലും അവരെ ഞാൻ തിന്മയിലേക്ക് വഴിതിയിടുമല്ലാ. വലഉമന്നിയന്നഹും, ഞാനവരുടെ ഹൃദയത്തിലെല്ലാം അഹങ്കാരം കൊടുക്കും. ഞങ്ങളെ ചെയ്യുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ള മിഥ്യാബോധം പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ കൊടുക്കും. എന്നിട്ട് വഴിപിഴപ്പിക്കുന്ന വിഷയം പറയുമ്പോ, പിശാച് വഴിപിഴപ്പിക്കുന്നതിന്റെ രീതി പറയുമ്പോ 4ാമത് പറയുന്ന രീതി ഏതെന്നറിയോ? ഞാൻ നിന്റെ അടിമകളായ മനുഷ്യരെ ഞാൻ വഴിപിഴപ്പിക്കുന്ന ഒരു രീതി, ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. അല്ലാഹുവേ നീ സൃഷ്ടിച്ച രൂപത്തിൽ നിന്ന് ഞാൻ അവരെ മാറ്റുമല്ലാ. ശ്രദ്ധിച്ച് കേൾക്കണം, കബീർ ബാക്കവിയെ കുറിച്ച് നിങ്ങൾ ഖുർആൻ പറഞ്ഞ് പ്രസംഗിക്കാറുണ്ടെന്ന് പറയാറുണ്ടല്ലോ. ആണിന്റെ വസ്ത്രം പെണ്ണിടാൻ പാടില്ല, പെണ്ണിന്റെ വസ്ത്രം ആണിനും പാടില്ല. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. അല്ലാഹു എങ്ങനെയാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച രൂപത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റുന്ന, ആണിനെ പെണ്ണാക്കിയും പെണ്ണിനെ ആണാക്കിയും ഞാനവരുടെ രൂപത്തെ മാറ്റുമല്ലാ. അല്ലാഹു നമ്മളെ സൃഷ്ടിച്ച ഒരു രൂപമുണ്ട്. പെണ്ണിനെ സൃഷ്ടിച്ചത് അല്ലാഹുവോ, ആണിനെ സൃഷ്ടിച്ചതും അല്ലാഹുവോ. ഖലഖൽ ദക്കറ വൽ ഉൻസാ. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. പെണ്ണിന് അല്ലാഹു ഒരു രൂപം നിശ്ചയിച്ചിട്ടുണ്ട്, ആണിന് അല്ലാഹു ഒരു രൂപം നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ രൂപം. ഇനി 2ാമത്തെ ആയത്ത് നിങ്ങൾ കേട്ടോ, സൂറത്ത് റൂമിലാണ്. ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹാ. അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ച ഒരു പ്രകൃതമുണ്ട്. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന് നിങ്ങളെ മാറ്റം വരുത്തരുത്. ചെറുപ്പക്കാരാ ചെവിയിൽ കടുക്കനും കമ്മലുമിടലും പെണ്ണിന്റെ സ്വഭാവമാ, അതാണിന് പാടില്ല. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമരിക്കരുത്. ജീൻസ് ടീഷർട്ടും പുരുഷന്റെ വേഷമാണ്, അത് പെണ്ണിനത് മാറ്റാൻ അധികാരമില്ല. എന്തിനാണ് പെങ്ങള്? അല്ലാഹു സൃഷ്ടിച്ചതല്ലേ ഏറ്റവും വലിയ സൗന്ദര്യം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ ഞാൻ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ ആചരിപ്പിച്ചത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ആഭാസകരമായ രീതിയിൽ പറയാൻ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കാൻ ജനാധിപത്യ രാഷ്ട്രത്തിൽ അനുവാദമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ആദർശമാ. ആഭാസകരമായി അപ്പിഹിപ്പികളെ പോലെ മുടി ഇങ്ങനെ തോളിലേക്ക് നീട്ടി വളർത്തുക, ചെവിയിൽ കടുക്കനിടുക, പെണ്ണിനെ പോലെ ശരീരത്തിന് ഭാവവ്യത്യാസം വരുത്തുക. ഖുർആൻ വ്യക്തമായി പറഞ്ഞു, ലാ ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്.
അള്ളാഹു സൃഷ്ടിച്ചത് എങ്ങനെയാണോ ആ സൃഷ്ടിപ്പിന് നിങ്ങളെ മാറ്റം വരുത്താൻ പാടില്ല. നിങ്ങളെ ജീൻസും ടീഷർട്ടും ധരിച്ചാൽ ഇറുകിയ വിസ്തം ധരിക്ക്, അത് പെണ്ണിന്റെ സ്വഭാവമല്ല. പുരികം പ്ലക്ക് ചെയ്യുക, പെണ്ണിന് അല്ലാഹു തന്ന സ്വതസിദ്ധമായ ശൈലിയിൽ നിന്ന് മാറ്റി പുരികം പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. ചുണ്ടുകളിൽ നിറം തേച്ച് ശരീരത്തിന് നിറം തേച്ച് അന്യപുരുഷനെ തന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചെടുക്കാം. ശരീരത്തിന് മാറ്റം വരുത്തുന്ന പെങ്ങള് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാ. ഹബീബായ റസൂലുള്ളാഹി ഉറക്കപ്പറ ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല ആയത്ത് ചെയ്യുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. ആരെ അല്ലാഹു ശപിച്ചതാരാ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ലഅനല്ലാഹു വാശിമാ. നടക്കുന്ന സദസ്സിലേക്ക്, അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് ശരീരത്തിന് മാറ്റം വരുത്തി പുരികം പ്ലക്ക് ചെയ്യുന്ന പെങ്ങള്, ശരീരത്തിന് നിറം തേക്കുന്ന പച്ചകുത്തുന്ന, ശരീരത്തിന് നിറം തേച്ചിട്ട് അന്യപുരുഷൻ കാണുന്ന രീതി പ്രദർശിപ്പിക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയാ, ലഅനല്ലാഹു വാശിമാതി വൽ മുസ്തൗശിമാ. ചായ തേച്ച് നടക്കുന്ന പെണ്ണുങ്ങളെ അല്ലാഹു ശപിച്ചിരിക്കുകയാ. വൽ മുസ്തൗശിമാ. ചായം തേക്കുന്നവരെയും ചായം തേക്കാൻ പ്രേരിപ്പിക്കുന്നവരെയും അവരെ അല്ലാഹു ശപിച്ചിരിക്കുകയാ. തീർന്നില്ല, അവരെ മാത്രമല്ല, പച്ചകുത്തുന്ന ആണുങ്ങൾ, വന്നാമിസാത്ത് വൽമുത്തനമ്മിസാ, പുരികം പ്ലക്ക് ചെയ്ത് ഷേപ്പ് വരുത്തുന്ന സിനിമാ നടികളെ പോലെ പെങ്ങളെ, അവർക്കാകാം പെങ്ങളെ സിനിമാ നടിക്കാവാം, എലിസബത്തിനാവാം, കാവ്യ മാധവനാവാം, നവ്യ നായർക്കാവാം, വേണമെങ്കിൽ ഷംന കാസിമിനുമാവാം. പക്ഷേ നീ ആരാ? ആറടി മണ്ണിൽ കിടക്കേണ്ടവളല്ലേ? പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കേണ്ടവളല്ലേ? അതിവേഗ കോടതിയിൽ ഹാജരാക്കപ്പെട്ടിട്ട് പ്രതിപ്പട്ടികയിൽ പേര് കേട്ട് ആടെ മുമ്പ് നിൽക്കേണ്ടവളല്ലേ പെങ്ങളെ? ഏറ്റവും വലിയ വിചാരണ നിനക്കല്ലേ? ദുനിയാവിന്റെ കോടതിയിൽ 6 മാസമൊക്കെ വേണം വിധി വരാൻ. പക്ഷെ അതിവേഗ കോടതി ആരുടേതാ? ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അല്ലാഹു വേഗത്തിൽ വിധി കൽപ്പിക്കുന്നവനാ. പുരികം പ്ലക്ക് ചെയ്യാൻ പാടില്ല. പുരികം പ്ലക്ക് ചെയ്ത് ഷേപ്പ് വരുത്തുന്ന, അല്ലാഹു തന്ന രൂപത്തിൽ നിന്ന് മാറ്റം വരുത്തുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തീർന്നില്ല. വൽ മുത്തഫല്ലിദാത്തിൽ ഹുസ്നിൽ ഹുസ്നി ലിൽ ഗയ്യറാത്തി ഖൽഖല്ലാഹ്. അല്ലാഹു സൃഷ്ടിച്ച രൂപത്തിൽ നിന്ന് മാറ്റം വരുത്താൻ, അല്ലാഹു നിന്നെ സൃഷ്ടിച്ച പെണ്ണിന്റെ രൂപത്തിൽ നിന്ന് ആണിന്റെ രൂപം സ്വീകരിക്കാൻ ഏതൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുവോ അത് വരുത്തുന്നവരെയല്ല പടച്ചറബ് ശപിച്ചിരിക്കുകയാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല. ഇത് പൊന്നുമോളെ ദീനാണ്. നീ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കേണ്ടവളാണ്. അല്ലാഹു നിന്നെ ശപിച്ചിരിക്കുകയാ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നിങ്ങൾ ചിന്തിക്കും, കബീർ വാക്കവി പറഞ്ഞാ നിങ്ങൾക്കില്ല. പടച്ചറപ്പിന്റെ ശാപം എന്ത് ശാപമാ പെങ്ങളെ? പടച്ചറപ്പിന്റെ ശാപത്തിന്റെ പ്രത്യേകത ഏതെന്നറിയോ? അല്ലാഹു ആരെങ്കിലും ശപിച്ചാൽ പിന്നെ ദുനിയാവിൽ അവള് തലമുക്കി നടക്കൂ.
പോവില്ല. ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. ബനൂ ഇസ്രായേലിനെ അല്ലാഹു ശപിച്ചതാ. ഇന്നേവരെ ലോകത്തിന്റെ നിന്ദതയിൽ നിന്ന് ബനൂ ഇസ്രായേൽ കരകയറിയിട്ടില്ല. ഞങ്ങളിതൊക്കെ അനുഭവിച്ചോളാന്ന് പറയുന്നവരോട്, എന്റെ പ്രിയപ്പെട്ട കണ്ണന്തറയിലെ പെണ്ണുങ്ങളോട്, കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തിന്റെ വക്താക്കളായി ചുക്കുന്നകളിലും മയക്കും കറുപ്പും മടിഞ്ഞാട്ടമാടി തെറിക്കുന്ന പെണ്ണും ചലച്ചിത്ര നീല പടർപ്പിൻ കൊടുപ്പും ചിദാനന്ദരത്തിക്കും മറ്റെന്തു വേണം എന്ന മുദ്രാവാക്യം വിളിച്ചിട്ട് നിന്നെ തെരുവിലിറക്കാൻ ആയിരക്കണക്കിന് പുരോഗമനവാദികൾ ഉണ്ടായേക്കാ. പക്ഷേ പെണ്ണ്, നിന്നെ മാടി വിളിച്ചു മൈതാനത്തിറക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവാം. നിന്നെ പാട്ടുപാടി പ്രലോഭിപ്പിക്കാൻ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ ഉണ്ടാവാം, സിനിമാക്കാരുണ്ടാവാം. പക്ഷേ അല്ലാഹുവിന്റെ ശാപം കിട്ടിയാൽ പിന്നെ ദുനിയാവിലെ ജീവിതത്തിന് ബറക്കത്തില്ല. രണ്ടാമത്തെ പ്രശ്നം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ ശാപം കിട്ടിയാൽ ദുനിയാവിന് പിന്നെ ബറക്കത്തുണ്ടാവില്ല, ജീവിതത്തിൽ സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല. രണ്ട്, പടച്ചറബിന്റെ ശാപം കിട്ടിയാൽ, പടച്ചറബിന്റെ ശാപം കിട്ടിയാൽ അതിനേക്കാൾ വലിയ പ്രശ്നം ഏതെന്നറിയോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ഇഷ്ടപ്പെടുന്നില്ലേ? ഇല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഡോസ് കൂട്ടി പറയാനാണ്, മയപ്പെടുത്താനല്ല. എന്റെ പൊന്നു സഹോദരൻ, മയത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഞാൻ ആരോടും പറയുന്നു, എന്റെ ശബ്ദത്തിന്റെ ഗൗരവമേ ഉള്ളൂ, ഭാഷയ്ക്ക് ലാവണ്യം കൂടുതലാണ്. ഭാഷ സൗഹൃദമാണ്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, മിതമായ ഭാഷ തന്നെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.